2 മാസത്തെ വെക്കേഷന് ശേഷം ഇന്ന് ഇവാന UKG പോവുകയാണ് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ അവർക്ക് ഇന്ന് ലഞ്ച് വേണ്ട, സ്നാക്സ് മാത്രം കൊടുത്താൽ മതി. 12:30 വരെ അവർക്ക് ക്ലാസ് ഉള്ളൂ. അപ്പൊ ഞാൻ സ്നാക്സ് ആയിട്ട് കേക്ക് ആട്ടോ വെച്ചത്. അപ്പോഴത്തേക്കും ഇവാനക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ എന്നും ഞാൻ എണീച്ചപ്പോൾ എന്റെ കൂടെ വന്ന് ഇന്ന് നല്ല മൂഡിലാട്ടോ എണീറ്റത്. അങ്ങനെ കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോഫിയുടെ തണുപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ അങ്ങ് അയൺ ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കാനായിട്ട്. എല്ലാം പെട്ടെന്ന് കേട്ടോ ചെയ്യുന്നത്, കാരണം 7 മണിക്കാണ് വരുന്നത്. അപ്പം ആദ്യം ഫസ്റ്റ് 2-3 ദിവസം ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കുക, ആ ഒരു സമയമായിട്ട് നമ്മൾ ട്യൂണായി വരാനായിട്ട്. അപ്പം ഇവാനെ രാവിലെ തന്നെ ഇന്നിപ്പോൾ തല കുളിപ്പിച്ചിട്ടുണ്ട്. കാരണം മറ്റേത് രാവിലെ തല കുളിപ്പിക്കത്തില്ല, മെയിൽ മാത്രമേ വരുന്നു. ഫസ്റ്റ് ഡേ അല്ല, അപ്പോൾ അതുകൊണ്ടായിട്ട് പുതിയ സ്കൂളും ഫസ്റ്റ് ഡേ ഒക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ സ്കൂൾ ബസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കാന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് എന്നോട് കൊണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു. കാരണം കൊണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വിളിച്ചിട്ടും വരാം. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉച്ചവരെ ഉള്ളൂ. 8:45 കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അധികം ഒരു മേക്കപ്പ് ഒന്നും അലോ ചെയ്യത്തില്ല. നാളെ മുതൽ ഇനിയിപ്പോൾ 5:30 എണീക്കണം കേട്ടോ. കാരണം രാവിലെ 7 മണിക്ക് ബസ് വരും. കാരണം ഇവിടെ നിന്ന് ഫസ്റ്റ് ഇവാനെ ആട്ടോ കയറ്റുന്നത്. ഇവാനെ കയറ്റിയിട്ടാട്ടോ പോകുന്നത്. വൈകുന്നേരം 4 മണിയാകുമ്പോഴാണ് എത്തുന്നത്. പുതിയ സ്കൂളായതുകൊണ്ട് പുതിയ യൂണിഫോം ഇല്ല. അപ്പോൾ ഏട്ടനെ കൊണ്ട് കാണിക്കും കേട്ടോ. ഏട്ടൻ ഉറങ്ങുമായിരുന്നു. ഏട്ടനെ വിളിച്ച് പുതിയ യൂണിഫോം ഒക്കെ കാണിച്ചു കേട്ടോ. അവർക്ക് പഴയ സ്കൂളിൽ അങ്ങനെ മിസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ചോദിച്ചു പഴയ സ്കൂളിലെ ഫ്രണ്ട്സിനെ ഒന്നും മിസ് ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് പഴയ സ്കൂളിനോട് അത്ര ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ സ്കൂളിൽ പോകാൻ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. രാവിലെ തൊട്ട് നല്ല ഹാപ്പി ആയിരുന്നു, വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. രാവിലെ എണീച്ച് ആള് നല്ല മൂഡ്. അപ്പോൾ രാവിലെ ബിസ്ക്കറ്റ് മതി, കോഫി മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല, കാരണം ഇന്ന് ഉച്ചവരെയല്ലേ ഉള്ളൂ. ഈ പുതിയ സാധനങ്ങളായതുകൊണ്ട് എല്ലാത്തിലും ടാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അപ്പോഴാട്ടോ കട്ട് ചെയ്തെടുത്തത്. പിന്നെ എല്ലാം പിങ്ക് ആണ് കേട്ടോ മേടിച്ചത്. നിങ്ങൾക്ക് അറിയില്ല, അവളുടെ ഫേവറേറ്റ് പിങ്ക് ആണ്. പിന്നെ ഇതിന്റെ പേരെന്താ, അയ്യോ ഇതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. എൽസ എന്നാട്ടോ അതിന്റെ പേര്. എന്തൊക്കെയാന്ന് അറിയില്ല. ഓരോരുത്തർക്ക് ഇപ്പോൾ ഓരോ തീമും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവള് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു എൽസയുടെ ബാഗ് വേണമെന്ന്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂബിയുടെ ബാഗ് ആയിരുന്നു. ഇപ്പൊ നോക്ക് എൽസ, ഡിസ്നി, പല പല ക്യാരക്ടറും അല്ലേ. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇവൾ ഇങ്ങനെയുള്ളതൊന്നും കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ എൽസയൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഐലൈനറൊക്കെ വരച്ചൊരു പൊട്ടൊക്കെ ഇട്ട് കൊടുത്തോട്ടോ. എന്നിട്ട് മുടി 2 സൈഡിൽ പിന്നെ ഇട്ട് കേട്ടോ. ഇന്നിപ്പോ സമയമുള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പതുക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നാളെ മുതൽ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞു നാളെ മുതൽ ഐലൈനർ ഒന്നുമില്ല, മുടിയൊക്കെ എങ്ങനെയെങ്കിലും കിട്ടിക്കൊണ്ട് പോകണത്. കാരണം നാളെ മുതൽ 7 മണിക്ക് സ്കൂൾ ബസ് വരുമ്പോൾ പിന്നെ മിസ് ചെയ്താൽ പിന്നെ എന്നും കൊണ്ടാക്കേണ്ടി വരും. ഈ കഴിഞ്ഞപ്പോൾ എന്നോട് പറയാ പെർഫ്യൂം അടിച്ചില്ലെന്ന്. പിന്നെ പെർഫ്യൂം ഒക്കെ അടിച്ചു കൊടുത്തു. കാരണം കുഞ്ഞുങ്ങൾ നല്ല സ്മെല്ലായിട്ട് ഇരിക്കണം എപ്പോഴും. അത് എനിക്ക് ഇഷ്ടമാണ് പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നത്. സ്കൂളിൽ പോയി ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഇവരുടെ സ്കൂൾ ബസ് ഇല്ല, അപ്പോൾ കൊണ്ടാക്കണം കേട്ടോ. 8:45 ക്ലാസ്. അപ്പോൾ നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. വെളിയിൽ നല്ല മഴയാണ്. ഇവരതാ മഴ പിടിച്ചിട്ട് ഞാനുണ്ട് ഗൈസ്. മഴയത്ത് പനിപ്പൊരു കഴിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് പോകാൻ പറ്റൂല ഗൈസ്, മഴയായോണ്ട്. ഞാൻ മഴയായോണ്ട് എങ്ങനെ പോകും കഴിക്കാൻ? സ്കൂളിൽ പോകണ്ടേ ഗൈസ്. ഈ കാണുന്ന ഹാപ്പിനെസ് ഒക്കെ കുറച്ച് നേരം ഉള്ളായിരുന്നു കേട്ടോ. ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി അത് കണ്ടപ്പോഴത്തേക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.